മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവും മേഘനാഥനും ടൂറെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം അറിയുന്ന വാർത്ത കേൾക്കുമ്പോൾ അവർ ഞെട്ടിപ്പോവുകയാണ്. മേഘനാഥിനെയും പ്രതാപിനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ കാര്യമാണ് അവർ അറിയുന്നത്. അങ്ങനെ കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചതിൽ അവർക്കാണ് ഇരുട്ടടി കിട്ടിയതെന്ന് അറിയുമ്പോൾ മേഘനാഥന് വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ ഇതെന്താണ്, ഞാൻ പോയിട്ട് വന്നതിന് ശേഷം എന്താ ഇവിടെ മറിമായി സംഭവിച്ചതെന്ന് എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതുപോലെ കണ്ണനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആൾ തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ഉപദ്രവിച്ചതെന്ന് പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ അവരെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അതേസമയം മഞ്ജുവിനെ വീട്ടിൽ സ്വത്തൊന്നും കൊണ്ടുവരാതെ വന്നതിൽ സീമന്തിനെ വളരെ ചൂടാകുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് കമലേശ്വരത്ത് നിന്നും സ്വത്തെല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പോൾ കുറച്ച് സ്വർണ്ണമല്ലാതെ വേറൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നൊക്കെ സീമന്തിനി കുറ്റം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മഞ്ജു റൂമിലോട്ട് പോയിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, എനിക്കിവിടുത്തെ ആട്ടും തുപ്പൊന്നും സഹിച്ച് നിൽക്കാൻ പറ്റില്ല. ഞാൻ കമലേശ്വരത്തെ കുട്ടിയായിരുന്നു, ഇതുവരെ ആരും നീങ്ങി നിൽക്കുന്ന പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മായി എൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നതെന്നൊക്കെ പറയും. അങ്ങനെ മേഘനാഥൻ പറയുന്നു, നീ സമാധാനമായിട്ടിരിക്കെ, എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് മേഘൻ്റെ പെങ്ങളും സീമന്തിനിയും കൂടെ പറയുന്നുണ്ട്, ഇവിടുത്തെ ജോലികളെല്ലാം നമ്മൾ മൂന്ന് സ്ത്രീകളോടാണുള്ളത്, അവർ 3 പേരും കൂടെ ഒന്നിച്ച് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ജോലികളെല്ലാം മുന്നോട്ട് തീരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്യുമെന്ന് ആരും വിചാരിക്കേണ്ട, എൻ്റെ വീട്ടിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അമ്മയാണ് എല്ലാം ചെയ്തു തരുന്നത്, ഞാനൊരു ഗ്ലാസ് ചായ പോലും വെക്കാറില്ല എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ജോലിക്കാരിയും എല്ലാം ഉണ്ട്. പിന്നെ മഹാലക്ഷ്മി വന്നതിന് ശേഷം മഹാലക്ഷ്മിയാണ് വീട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അവിടെ ചെയ്യേണ്ടി വന്നിട്ടില്ല, ഞാനൊന്നും ചെയ്യുമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നു, നീ അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ 3 സ്ത്രീകളും കൂടെയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതുകൊണ്ട് അവരുടെ കൂടെ നീ സഹകരിക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ മേഘനാഥിൻ്റെയും സീമന്തിനിയുടെയും അവരുടെ പെങ്ങളുടെയും എല്ലാം സ്വഭാവം മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മഞ്ജു ഓർക്കുന്നുണ്ട്, മഹാലക്ഷ്മി വന്നപ്പോൾ മഹാലക്ഷ്മിനെ കൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിക്കാൻ ഞാനും അമ്മയും ഒരുപാട് തിടുക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ കണ്ണെല്ലാം നിറയുകയാണ്. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, എന്താണെങ്കിലും എൻ്റെ അമ്മ വന്നതിന് ശേഷം തീരുമാനിക്കാം, എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ പോകും, ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ മേഘനാഥനോട് പറയുന്നുണ്ട്. അപ്പോൾ സീമന്തിന് പറയുന്നു, അമ്മ വന്നാലും ശരി കണ്ണൻ വന്നാലും ശരി, നീ ഇവിടുത്തെ ജോലികൾ ചെയ്യാതെ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് അത് ഓർത്ത് എൻ്റെ മോൾ ഇരിക്കേണ്ട, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഈ വീട്ടിലെ എല്ലാ ജോലികൾക്കും നീ പങ്കെടുക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നാത്തുമ്മോരും അമ്മായിമ്മപ്പോരും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.